കറണ്ടില്ലാത്ത സമയങ്ങളിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇതൊരെണ്ണം അസംബിൾ ചെയ്ത് നോക്കൂ. വളരെ കുറഞ്ഞ ചിലവിൽ ഈ ഇൻവെർട്ടർ നിർമ്മിച്ചെടുക്കാം. നമസ്കാരം, ടെക് ഫോർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ഇൻവെർട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ഇത് 150 വാട്ട്സിന്റെ ഇൻവെർട്ടറാണ്. ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ ബൈക്കിന്റെ ബാറ്ററിയാണ്. 30 Hന്റെ 12 വോൾട്ടിന്റെ ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ മേക്കിംഗ് വീഡിയോയിൽ ഇട്ട് പോയല്ലോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് എടുത്ത ഇൻവെർട്ടർ ബോർഡാണ്. 150 വാട്ട്സിന്റെ. ഇതിന് 380 രൂപ വില വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കേണ്ടത്. ബാറ്ററി പ്ലസ് മൈനസും കൊടുത്ത് ഇവിടെ ഔട്ട്പുട്ട് ലഭിക്കും. ഈ ട്രാൻസ്ഫോമറിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. 230 വോൾട്ട് AC സപ്ലൈ നമുക്ക് ലഭിക്കും ബാറ്ററി കണക്ഷൻ ചെയ്താൽ. ഇനി വേണ്ടത് നമുക്കൊരു ചെറിയ ക്യാബിനാണ് അസംബിൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്വിച്ചും ഫ്യൂസ് ഹോൾഡറും വേണം. അതുപോലെ തന്നെ 2 സോക്കറ്റ് വേണം, 3 പിൻ സോക്കറ്റ് വേണം. ഇനി ഈ ക്യാബിനകത്ത് ഈ സോക്കറ്റ് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സോക്കറ്റ് ഇവിടെ വെച്ചിട്ട് ശരിക്കും മാർക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ സ്വിച്ചും അതുപോലെ തന്നെ LED സോക്കറ്റും LED നമുക്ക് ഇതിന് ഫിറ്റ് ചെയ്യാം. ഇനി അടുത്തത് വേണ്ടത് നമുക്കൊരു പെന്നാണ്. പഴയ പെന്ന്. അത് 2 കഷ്ണമായിട്ട് കട്ട് ചെയ്യണം. 1/2 ഇഞ്ചിൽ 2 കഷ്ണം കട്ട് ചെയ്തെടുക്കാം. എന്തെന്ന് വെച്ചാൽ ഇത് നമുക്കുള്ള ബോർഡ് ഫിറ്റ് ചെയ്യാനാണ്. ഈ ബോർഡിൻ്റെ ഈ 2 സൈഡിലുള്ള 2 ഹോള് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് തുളച്ചെടുത്തിട്ടുണ്ട് ക്യാബിനുമിൽ. ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഈ പെന്നിൻ്റെ 2 പീസ് ഈ ഹോളിൻ്റെ അവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബോർഡ് വെച്ചിട്ട് അടിയിൽ നിന്ന് സ്ക്രൂ ചെയ്തിട്ട് ചെറിയ നെറ്റ് എടുത്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം മുകളിൽ. അപ്പോൾ അവിടെ ഇരുന്നോളും ബോർഡ് സേഫായിട്ട്. ഈ ക്യാബിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത അവിടെ നമ്മൾ 3 പിൻ സോക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 ഹോളും ഇട്ട് വെച്ചിട്ടുണ്ട്. ആ 2 ഹോളിൽ കൂടെ നമുക്ക് ബാറ്ററിയുടെ വയർ ഇടാനാണ് പുറത്തേക്ക്. ക്യാബിനകത്ത് ബോർഡ് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. 2 വയർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബാറ്ററിയുടെ മൈനസ് വയറാണ്. ഇത് 2.5 mm വയറാണ്. ഇത് ഒരെണ്ണം സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വയർ നമുക്ക് നേരെ പുറത്തേക്ക് എടുക്കണം. ക്യാബിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കണം. ഇത് ബാറ്ററി കണക്ട് ചെയ്യണ ബാറ്ററിയുടെ നെഗറ്റീവ് വയറാണ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോർഡ് മുന്ന് ഒരു വയർ നേരെ സ്വിച്ച് വലിക്കും. സ്വിച്ച് മുന്ന് ഒരു വയർ നേരെ ഈ ഹോളിൽ കൂടെ പുറത്തേക്കും. അത് റെഡ് കളർ വയർ അതാണ് ബാറ്ററിയുടെ പോസിറ്റീവ് വയർ. ഈ റെഡ് കളർ വയർ നേരെ സ്വിച്ച് വലിക്ക് സോൾഡർ ചെയ്യുക. അതിനുശേഷം അടുത്ത സ്വിച്ചിൻ്റെ അടുത്ത ലെഗിൽ നിന്നും ഒരു വയർ നേരെ ബോർഡിലേക്ക് സോൾഡർ ചെയ്യുക. ബാറ്ററി കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നേരെ ഇൻവെർട്ടർ ബോർഡ് ഓൺ ആവും. ഇനി അടുത്തത് ഈ 2 വയർ, ഇത് ഔട്ട്പുട്ട് സപ്ലൈ ആണ്. ഇത് നേരെ നമുക്ക് 3 പിൻ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാം. ഈ 2 സോക്കറ്റിലേക്ക് നേരെ ലൂപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഔട്ട്പുട്ട് വയർ 2 വയർ ഈ പ്ലഗ് സോക്കറ്റിലേക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ബോർഡ് ഇത് ഉറപ്പിക്കണം, സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഈ റീഫിൽ കട്ട് ചെയ്ത് നമ്മൾ അടിയിൽ നിന്ന് സ്ക്രൂ ഇട്ടിട്ട് ഇവിടെ വെച്ചിട്ട് ഇതുപോലെ മുകളിൽ നെറ്റിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്തത് ഈ LED കണക്ഷൻ കൊടുക്കണം. ഈ LED ആദ്യം ഒരു 100K റെസിസ്റ്റർ, ഇത് 100K റെസിസ്റ്ററാണ്, അത് സോൾഡർ ചെയ്യണം. ഇത് ഡയറക്റ്റ് AC കൊടുക്കണം.
അത് കാരണം 100K റെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അടിച്ചു പോകും. 100K തുടങ്ങി മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ LED മേൽ 2 വയർ സോൾഡർ ചെയ്തെടുക്കാം. എന്നിട്ട് നേരെ പ്ലഗ് സോക്കറ്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഇൻവെർട്ടർ ഓൺ ആക്കുമ്പോൾ ഈ പവർ ഈ സോക്കറ്റിൽ വരുമ്പോൾ LED ഓൺ ആവും. ഇനി ലാസ്റ്റ് ഫൈനലായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഇൻവെർട്ടറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യണം. ഞാൻ ആദ്യം ഇപ്പോൾ 220 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന AC/DC ബൾബ് 12 വോൾട്ടിൻ്റെ ബൾബാണ് ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പ്ലസ് മൈനസ് മാറരുത്. പ്ലസ് മൈനസ് മാറിക്കഴിഞ്ഞാൽ അടിച്ചു പോകും, മോസ്ഫെറ്റ് അടിച്ചു പോകും. ഈ ബോർഡിൽ യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ല, അതുകൊണ്ട് 150 വാട്ട്സിന് മേലോട്ട് ലോഡ് കൊടുക്കരുത്. അങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല പ്രകാശം ലഭിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കത്തുന്നുണ്ട്. ഇനി അടുത്തത് 100 വാട്ടിൻ്റെ ബൾബാണ് ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മാക്സിമം 150 വാട്ട്സ് വരെ ലോഡ് ചെയ്യാം, അതിന് മേലോട്ട് ലോഡ് ചെയ്യരുത്. ഈ സർക്യൂട്ടിൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത കാരണം 150 വാട്ട്സിൽ കൂടുതൽ ഓവർലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അടിച്ചു പോവും. നമുക്കിതിൽ UPSൻ്റെ 12 വോൾട്ടിൻ്റെ 7Hൻ്റെ ബാറ്ററിയൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ലോഡൊക്കെ ഉപയോഗിക്കാം. ഈ മൊബൈൽ ചാർജർ, വൈഫൈ മോഡം, അതുപോലെ തന്നെ ചാർജറുകൾ, DC ഫാന്, അതുപോലെ തന്നെ 9 വാട്ടിൻ്റെ LED ബൾബുകളൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതിൽ ലോഡ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ബാറ്ററി 30Hൻ്റെ 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഇതിൽ പെഡസ്റ്റൽ ഫാന്, അതുപോലെ തന്നെ വാൾ ഫാന്, അതുപോലെ തന്നെ TV ഒക്കെ ഞാനിതിൽ വർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ചെറിയ ലോഡുകളൊക്കെ ഇതിൽ പ്രവർത്തിക്കാം. ഒരു ഫാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, കൂളിംഗ് ഫാൻ. കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു കൂളിംഗ് ഫാൻ വെച്ച് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഈ ക്യാബിൻ അടച്ച് സ്ക്രൂ ചെയ്യാം. അതിനുശേഷം നമുക്കൊരു ഫൈനൽ ചെക്കിങ് കൂടി ചെയ്യാം. പെഡസ്റ്റൽ ഫാനും TV ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്താലോ. ബാറ്ററി ലിക്കിൻ്റെ പ്ലസും മൈനസും മാറാണ്ട് കൊടുക്കണം. ഇതാണ് ഔട്ട്പുട്ട് സോക്കറ്റ്. ഇതിലാണ് 220 വോൾട്ട് AC ഔട്ട്പുട്ട് സപ്ലൈ വരുന്നത്. നമുക്ക് ഈ ഫാൻ വർക്ക് ചെയ്യിക്കാം ആദ്യം. ഇങ്ങോട്ട് ഓണാക്കാൻ പോണ്. ഇനി അടുത്തത് നമുക്ക് TV വർക്ക് ചെയ്യിക്കാൻ പോകണം. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ പ്ലസും മൈനസും മാറുകൊണ്ട് കണക്ഷൻ കൊടുക്കാം. അതിനുശേഷം സെറ്റ് ബോക്സിൻ്റെ അഡാപ്റ്റർ നമുക്ക് ഈ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ പ്ലഗ് ചെയ്യാം. അതിനുശേഷം TVയുടെ വയറും പ്ലഗ് ചെയ്യാം. ഇനി TV ഓണാക്കാം.
അപ്പോൾ ഇത് ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.